ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായിട്ടും കുറേ മാസങ്ങളായിട്ടും ആണെന്നൊക്കെ വിചാരിച്ചാലും ഞാൻ വിചാരിച്ചു എനിക്ക് ഒരിക്കലും അങ്ങനൊരു കാര്യം കിട്ടാൻ അങ്ങനൊരു ഇത് പറ്റില്ലായിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ എനിക്ക് ഒരു ക്രാഫ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൈ ഫസ്റ്റ് ഷോർട്ട് വീഡിയോ ആണെന്ന് തോന്നുന്നു. ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എനിക്ക് ആദ്യം കമൻറ്റ് ഇടുന്ന എൻ്റെ 4 സബ്സ്ക്രൈബേഴ്സിനായിരിക്കും ഞാൻ ആ വീഡിയോസും അവരുടെ പേരായിരിക്കും ഞാൻ ഇതിൽ എഴുതാൻ പോകുന്നത്. അവരുടെ പേരെനിക്കറിയില്ല, ബിക്കോസ് ഞാൻ എനിക്ക് ആ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ 5 പേരാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പോകുന്നത്. 5 അല്ല 6 പേരും ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. കമൻറ്റിലാണെങ്കിലും ലൈക്കിലാണെങ്കിലും സബ്സ്ക്രൈബേഴ്സിലാണെങ്കിലും എല്ലാവരും ആ 5-6 പേരാണ് എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് എന്തായാലും ആദ്യം കമൻ്റ് ഇടുന്ന 4 പേരുടെ പേരെ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു 4 പേരെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. കാരണം കുറേ പേര് ഒരാളാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് ആദ്യമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോ ഇട്ടപ്പം പ്ലീസ് ഗീവ് ദിസ് വീഡിയോ, അതായത് ഞാൻ ആ കമൻറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു കുട്ടി ആണ് എനിക്ക് കമൻറ്റ് നന്നായിട്ട് ചെയ്തത്. അപ്പം ഇത് പ്ലീസ് ഗീവ് ദിസ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നിങ്ങളുടെ 4 സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് എഴുതുന്ന ആ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അന്നേരം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഞാൻ വേറൊരു വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതെന്താണ് പറയണതല്ലേ, അതിൽ എൻ്റെ കിച്ചൺ സെറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ വീഡിയോ ഇട്ടില്ല, ഞാൻ ഒരു ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് അതും കാണിക്കാറുണ്ടായിരുന്നു. എന്നാന്ന് തോന്നിക്കഴിഞ്ഞാൽ മൈ സ്റ്റഡി ടേബിൾ അല്ലല്ലോ, എൻ്റെ റൂമൊക്കെ നന്നായിട്ടൊന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് ഒതുക്കിയപ്പോഴുള്ള ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചപ്പം എല്ലാം കാണിച്ചപ്പം ഞാൻ ആ കിച്ചൺ സെറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം എനിക്ക് പുതിയൊരു കമൻറ്റ് വന്നതാണ്. ഫിദ അൻസാരി എന്ന് പറഞ്ഞിട്ടുണ്ട്, .com ഫിദ അൻസാരി എന്ന് പറഞ്ഞിട്ടൊരു ആൾ കമൻറ്റ് ചെയ്താണ്, പ്ലീസ് ഷോ എ കിച്ചൺ സെറ്റ് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇത് കാണിച്ചു തരാമോ. ആ കുട്ടിയുടെ അക്കൗണ്ട് ഇതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ 4 പേരുടെ പേരുകൾ എഴുതാൻ പോവാണ്. ഞാൻ സെലക്ട് ചെയ്ത 4 പേരുടെ പേര് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതുപോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു കുട്ടിയാണ് എനിക്ക് പ്ലീസ് ഗീവ് ദിസ് വീഡിയോ എന്ന് ഇട്ടത്. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു. അപ്പോൾ ആ ഒരു കുട്ടിയാണ് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത്. ആ കുട്ടിക്ക് താങ്ക് യു കേട്ടോ. പിന്നെന്ന് പറയുമ്പോൾ നമുക്ക് കമൻറ്റ് ഇട്ടത് ഒരു കിച്ചൺ സെറ്റിൻ്റെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അന്നേരം അത് ഞാൻ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടിട്ട് പോവാം. അന്നേരം ഈ കുട്ടിയാണത്. അപ്പോൾ ഈ കുട്ടിക്ക് നല്ല താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലേലിസ്റ്റിൽ എഴുതാൻ പോകുന്ന ആൾക്കാരുടെ പേരൊക്കെ കാണണ്ടേ. അപ്പോൾ നമുക്ക് പ്ലേലിസ്റ്റ് എഴുതിയ ആൾക്കാരുടെയും പ്ലേലിസ്റ്റ് എഴുതാൻ പോകുന്ന ആൾക്കാരുടെയൊക്കെ പേരൊന്ന് കണ്ടിട്ട് വരാം. ബാക്കിയുള്ളവർ ആരും വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത മാസം നമ്മുടെ ബെസ്റ്റ് കമൻറ്റ് ടോപ്പറിൻ്റെ അടുത്ത ആൾക്കാരുടെ പേരും പ്ലേലിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പേരെടുത്തോടെ എല്ലാവരുടെയും പേര് എഡിറ്റ് ചെയ്ത് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. ഇനി എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.